നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ആ പേഴ്സണ് നിങ്ങളോടുള്ളൊരു ഇമോഷണൽ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നൊരു റീഡിങ്സ് ലഭിക്കത്തുള്ളൂ. കൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ റിലേഷനെ, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കൊണ്ടുപോകേണ്ടത്, എത്രത്തോളം സന്തോഷവും സമാധാനവുമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് തന്നെ ചിന്തിച്ച് എഴുതുക. അതുപോലെ ഇന്ന് നമ്മൾക്ക് ഈ ഒരു റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിലും അത് നിങ്ങളിലേക്ക് എത്തിച്ച് നൽകാൻ പറ്റിയതിലും നമ്മൾ പ്രപഞ്ചശക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി തീരുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ പറഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധത്തിലെ കറൻറ്റ് സിറ്റുവേഷൻസ്, പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്, തേർഡ് പാർട്ടി പ്രസൻസോ, ബ്ലോക്കേജോ, ഡബിൾ എനർജിയുടെ പ്രസൻസോ, സമയത്തിൻ്റെ പ്രശ്നങ്ങളോ, എന്തൊക്കെയാണ് തടസ്സങ്ങളും സ്തംഭനാവസ്ഥയും ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. എന്താണ് ഈ ഒരു റിലേഷൻ്റെ ഫ്യൂച്ചർ, നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ടോ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ആക്ഷൻ എടുക്കുമോ, ഇതെല്ലാം നിങ്ങൾക്കിടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ക്ലാരിറ്റിയോടുകൂടി ആൻസർ കിട്ടുകയും പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള മാർഗവും നിങ്ങൾക്കറിയാൻ സാധിക്കും കേട്ടോ. പിന്നെ നമുക്ക് എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആണ് എങ്കിൽ, പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ വിലപിക്കുന്ന ഒരു എനർജിയാണ്. അവർക്ക് വളരെ ദുഃഖവും കുറ്റബോധവും ഉണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ അവർക്ക് വല്ലാതെ ഒരു താങ്ങും തണലുമായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ വളരെ ആശ്വാസം അവർക്ക് ലഭിച്ചിരുന്ന ഒന്ന് ആയിരുന്നു എന്നവരിപ്പോൾ കറൻറ്റ്ലി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിലും, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിലും, ഇനി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിലും നിങ്ങൾക്കിടയിൽ എവിടെയോ ഒരു സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഒരു ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ബന്ധത്തിൽ. അത് വെച്ച് തന്നെയാണ് നമുക്കിവിടെ എനർജി വന്നിരിക്കുന്നത്. അവർക്കിടെ ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ അവരേതോ രീതിയിൽ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സാക്ഷി ഇങ്ങനെ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിലൂടെയാണ് അവരിപ്പോൾ കറൻറ്റ്ലി കടന്നു പോകുന്നത്. ഒരു പക്ഷേ മുൻ സമയങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് എനർജി ഇപ്പം കറൻറ്റ്ലി നമുക്ക് ഈ ഒരു ബന്ധത്തിലില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ളൊരു ലോങ് ഡിസ്റ്റൻസ്, അത് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ അതെല്ലാം ഇപ്പോൾ അവരെ വല്ലാതെ പരിഭ്രമപ്പെടുത്തുന്നതും സ്ട്രെസ് എനർജി, വല്ലാതെ ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൂടെയുമാണ് കടന്നു പോകുന്നത്. അവർ സ്വയം അവരോട് ഫൈറ്റിംഗ് ചെയ്യുന്നു, അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ഫീലിങ്സ്, അവർക്ക് വളരെയധികം നഷ്ടബോധം അനുഭവിക്കുന്ന ഫീലിങ്സ്, അവരുടെ ജീവൻ്റെ പാതി അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഫീലിങ്സ്, ഒരു വിയോഗം സംഭവിച്ചതിന് തുല്യമായ ഒരു അവസ്ഥയിലാണ്, ഒരു ശൂന്യതയിലാണ് കറൻറ്റ്ലി അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവർ നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ
കറൻറ്റിലി സ്നേഹിക്കുന്നു. അതായത് നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ പോസിറ്റിവിറ്റി, നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ഒരു ജീവൻ, ഒരു പവർ അവരിപ്പോൾ കറൻറ്റിലി മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ തുടക്കം, അതായത് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അവർക്ക് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും നല്ലൊരു തുടക്കം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നായിരുന്നു നിങ്ങൾ. ശരിക്കും അവർ നിങ്ങളും കൂടി ചേർന്നിരുന്നെങ്കിൽ ബ്ലെസ്സിങ്സ് ആയിരുന്നേനെ, സക്സസ് ആയിരുന്നേനെ. മറ്റുള്ളവർ കൂടി അസൂയ തോന്നുന്നതിനേക്കാൾ അപ്പുറം ഹാപ്പി എനർജിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുമായിരുന്നു എന്നതുമെല്ലാം കറൻറ്റ്ലി അവർ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇമോഷണലി അവർക്ക് കുറച്ച് ഈഗോ ഉണ്ടായിരുന്നു. അവർ കുറച്ച് ഡിസ്റ്റൻസ് ഇമോഷണലി കീപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പം അവർ ആ ഒരു കൺട്രോൾ ചെയ്ത ഇമോഷൻസ് അവരെ സംബന്ധിച്ച് അവർക്ക് കുറ്റബോധമായിട്ട് തോന്നുകയാണ്. അതായത് ആവശ്യമില്ലാത്തതാണ് അവർ ചെയ്തതെന്നുള്ളത് അവരിപ്പം മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ഇമോഷണൽ ഈഗോ ആയിരുന്നു ഏറ്റവും കൂടുതൽ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ പ്രവർത്തിച്ചിരുന്നത്. അതായത് സ്നേഹിക്കുന്നു എന്ന് കാണിക്കാനും സ്നേഹം വേണമെന്ന് പറയാനുമൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര ഒരു വീർപ്പുമുട്ടലായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇപ്പം അവരെ സംബന്ധിച്ച് അതെല്ലാം ഓർത്ത് വിലപിക്കേണ്ടി വരുന്ന, ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 ഓഫ് വൺസിൻ്റെ എനർജിയാണ്, കോൺഫ്ലിക്റ്റ് ആണ്. തീർച്ചയായിട്ടും അവരവരോട് തന്നെ ഫൈറ്റിംഗ് ചെയ്യുകയാണ്. അവരെത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നുള്ള ആ ഒരു ചിന്തകളിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. ആവശ്യമില്ലാത്ത ചിന്തകളാണ് അവർ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സഹകരണ ബോധത്തോടു കൂടി പോകേണ്ട സിറ്റുവേഷൻസിൽ അവർ കോൺഫ്ലിക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അവർ പല വ്യക്തിത്വത്തിലൂടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്തു. ഒരിക്കലും അവർ സ്ഥിരതയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നില്ല നിങ്ങളോട് കാണിച്ചത്. ഇടയ്ക്ക് വളരെ സ്നേഹമായിട്ട് പെരുമാറും, ഇടയ്ക്ക് വളരെ ക്രൂവലായിട്ട് പെരുമാറും, ഇടയ്ക്ക് വളരെ നോർമൽ മൈൻഡിൽ പെരുമാറും. അങ്ങനെ പല രീതിയിൽ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള എനർജിയിൽ ബന്ധത്തിൽ നിൽക്കുന്ന സമയത്ത് കാണിച്ചിരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയമായിരുന്നു. അവർക്ക് നിങ്ങളോട് പ്രാധാന്യമുണ്ട്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് വേണം. പക്ഷെ എന്നാലും അവർക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ആവാം, അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരൊരു മതിൽക്കെട്ടിൻ്റെ അപ്പുറം നിന്നുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങളിലേക്ക് സ്വാധീനം ചെലുത്താതെ ഇരുന്നു. കാരണം ഇതിനകത്തൊരു ഇംബാലൻസിങ് എനർജി കാണിക്കുന്നുണ്ട്. ഒരു പൊരുത്തക്കേടുകൾ അവർ മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഏജ് ആവാം, കാസ്റ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മറ്റ് പല കാര്യങ്ങളും ആവാം, തേർഡ് പാർട്ടി പ്രസൻസുകൾ ഉള്ളതാവാം. എന്താണെങ്കിലും ഇവർ സ്വയം വളരെ സ്ട്രോങ് ആയിട്ട് ഇവരായിട്ട് തന്നെ വളരെ ശക്തമായിട്ട് പൊരുത്തക്കേടുകളെ ഉണ്ടാക്കി ഈ ചെറുതിനെ വലുതാക്കിയെടുത്ത സിറ്റുവേഷൻസാണ് കാണാൻ പറ്റുന്നത്. അപ്പം നല്ല രീതിയിൽ ഇമോഷണൽ ബാലൻസിൽ പോകാവുന്ന ഒരു ബന്ധത്തെ ഇവർ ഇമോഷണൽ ഇംബാലൻസിങ്ങിലേക്ക് എത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവർ പല രീതിയിൽ പല ക്യാരക്ടർ എനർജിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്ത്, അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നില്ല, ഈ ഒരു റിലേഷനിൽ നിൽക്കണോ, ഇതിൽ നിന്ന് പോകണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുത്തുകയാണ് ഈ ബന്ധത്തിൽ അവർ ചെയ്തത്. ഇപ്പം അതെല്ലാം അവരെ സ്വയം വേട്ടയാടുകയാണ്. അവർ സ്വയം ആ ഒരു കാണിച്ചു കൂട്ടിയ ഓരോ പ്രവൃത്തികളും അവരിലേക്ക് ഇപ്പം സ്വയം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അവരെ തന്നെ വിശ്വാസമില്ലാത്തൊരവസ്ഥ, എങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുമെന്നുള്ളൊരവസ്ഥ, ഇതൊക്കെയാണ് കറൻറ്റിലെ അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ കൂടാതെ മറ്റൊരു തേർഡ് പാർട്ടി പ്രസൻസ് ഈ ഒരു റിലേഷനിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് തന്നെ അവർ മറ്റൊരു സിറ്റുവേഷൻസിൽ പുതിയൊരു തുടക്കം നടത്തിയിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അരുത് എന്ന അവരുടെ മനസ്സാക്ഷിയൊക്കെ അവരോട് പറഞ്ഞപ്പോഴും അതൊന്നും കേൾക്കാതെ അവർ എടുത്തു ചാടിയ, അല്ലെങ്കിൽ അവർ മറ്റൊരിടത്തേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തു. ഒരു പക്ഷേ അവിടെ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇടപാടുകൾ ഉണ്ടായതാവാം,
അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ചയും മറ്റും കാര്യങ്ങൾ കുറച്ചും കൂടി ഉയർന്ന ഒരു ഫീലിങ്സ് തോന്നിയിട്ട് മാറിയതാവാം. നിങ്ങളുടെ ഇമോഷൻസിനെ ശക്തമായിട്ട് റിജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുത്ത സ്നേഹവും പ്രസൻസും സപ്പോർട്ടും ഒന്നും വാല്യൂ കൽപ്പിക്കാതെ ഇവർ തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് പോയതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളോടൊരിക്കലും നോ അല്ല പറഞ്ഞത്, നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകാതെ നിങ്ങളിലേക്ക് അവരുടെ പ്രസൻസ് കുറച്ചിട്ട്, അവരുടെ സമയം കുറച്ചിട്ട് തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളെ വിളിക്കുന്നത്, കാണുന്നത്, നിങ്ങളുമായിട്ടുണ്ടായി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അവർ ബ്ലോക്ക് ചെയ്തിട്ട് തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് പോയി എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ പറയാൻ സാധിക്കും. എന്താണെങ്കിലും കറൻറ്റ്ലി അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും അവർക്കൊരു തിരിച്ചറിവാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വിട്ടുകളയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളെ വിട്ടുകളയുക എന്നത് പിന്നീട് അവരുടെ ലൈഫിലേക്ക് പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് എനിക്കിതിൽ സംതൃപ്തമല്ല, ഞാൻ ഈ ബന്ധത്തിൽ നിലനിൽക്കുന്നില്ല, എനിക്ക് നിൻ്റെ സ്നേഹമോ പ്രസൻസോ ഒന്നും ആവശ്യമില്ല എന്ന് നിങ്ങളോട് വെട്ടി തുറന്നു പറഞ്ഞ് നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു പേഴ്സൺ ആവാം ഈ ഒരു വ്യക്തി. പക്ഷേ കറൻറ്റ്ലി അവരിപ്പം നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രകാശം, നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം പ്രാധാന്യമായിരുന്നു ആ വ്യക്തിയുടെ ലൈഫിൽ എന്നുള്ളത് കറൻറ്റ്ലി ആ വ്യക്തിയുടെ ജീവിത സ്ട്രഗിളിങ്ങിനനുസരിച്ച് ആ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ വിധിയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കും അവർക്കും ഇടയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഓരോ കാര്യവും വിധിയിൽപ്പെട്ടതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വിധിയാണ് അല്ലെങ്കിൽ വിധിയിൽപ്പെട്ടതായ ഒരു സിറ്റുവേഷൻസ് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല നിങ്ങളും അവരും തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്. ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൽ ചില ലെസണുകൾ നിങ്ങൾക്കും പഠിക്കാനുണ്ട്, അവർക്കും പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവർ ശരിക്കും നിങ്ങളിലേക്ക് കാണിക്കും. കാരണം അവർ വെയിറ്റിംഗ് എനർജിയിലാണ്, അവരിപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണ്. കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങളൊരു ഓപ്ഷൻസ് ആയിട്ടൊക്കെ അവരുടെ ലൈഫിൽ നിലനിന്നതെല്ലാം നിങ്ങളുടെയോ അവരുടെയോ വിധിയെ ബേസ് ചെയ്താണ്. ബട്ട് കർമ്മ ഹീലിംഗ് ആയിരുന്നു അവരിൽ നിന്ന് നിങ്ങൾ നേരിടേണ്ടി വന്ന ടോർച്ചറിങ് എല്ലാം എന്നുള്ളത് മനസ്സിലാക്കുക. ഫ്രഷായ ഒരു റീയൂണിയൻ പ്രസൻസ് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് 100% എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗമുണ്ട്. പക്ഷേ വെയിറ്റിംഗ് ചെയ്യുക, വെയിറ്റിംഗ് ചെയ്യണം. കാരണം സമയമെടുക്കുമെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് അവരിപ്പോൾ ഒരു എഫേർട്ട് എനർജിയിലാണ്, ശരിക്കും ടെൻഷനാണ്, ലൈഫിലൊന്നും ചെയ്യാൻ പറ്റാത്ത വിധമുള്ളൊരവസ്ഥയാണ്. കൂടാതെ തന്നെ ഒരു ബർഡനാണ്, ആവശ്യമില്ലാത്ത ഒരുപാട് ഭാരങ്ങൾ ചുമക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൂടാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് വളരെ പ്രഷ്യസ് ആയ ഒരു മദർഹുഡ് എനർജി പോലെ, ശരിക്കും ഒരു മദറിൻ്റെ പ്രസൻസ്, സ്നേഹം, സാന്നിധ്യം എല്ലാം അവർക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു തോട്ട്സ്, ആ ഒരു ചിന്തകൾ എല്ലാം അവരെ സംബന്ധിച്ച് വല്ലാത്ത ഒരു ബർഡനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റിസ്ക് എടുക്കണമായിരുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കണമായിരുന്നു എന്നൊക്കെയുള്ളൊരു തോട്ട്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്നുണ്ട് കേട്ടോ. പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു, ഒരു ഹെൽത്തി റിലേഷൻ ആയിരുന്നു അത്. അതായത് ഏത് അവസ്ഥയിലാണെങ്കിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന 2 വ്യക്തികളായിരുന്നു നിങ്ങളെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്താണേലും 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. ഒരു പേഴ്സൺ ഒരു പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസ് വിദേശത്തെങ്ങാനും വർക്ക് ചെയ്യുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ട്രാവലിംഗ് പ്രസൻസ് നിങ്ങളിൽ ആർക്കെങ്കിലും ഉടനെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അതൊരു ജഡ്ജ്മെൻറ്റിംഗ് ആണ്. ഒരു ലൈഫിലൊരു ചില വെല്ലുവിളികൾ അവസാനിക്കുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ സാധ്യത ഉള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്റ്റ് എനർജി ആണ് എങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒരു മധ്യസ്ഥ ചർച്ചയോടുകൂടി നിങ്ങൾക്കിടയിൽ മറ്റൊരു മധ്യസ്ഥ ചർച്ചയുടെയോ മറ്റോ ആവശ്യമുണ്ട് എങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകപ്പെടുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ഒരു
യാത്രാ തടസ്സം എന്തെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിനും ഒരു അവസാനം, ഒരു എൻഡിങ് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സഡൻ ഒരു ആക്ഷൻ ഉണ്ട്, ഒരു ട്രാവലിംഗ് എനർജി ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും 24 അവേഴ്സും നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എവിടെ തിരിഞ്ഞാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ ചിന്തയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരു സോൾ കണക്ഷൻസ് ആണ് നിങ്ങളുടെ റിലേഷൻ. അപ്പം ആ ഒരു വ്യക്തിയുടെയും കുറച്ച് ഈഗോ, നിങ്ങളുടെയും ചില ആറ്റിറ്റ്യൂഡുകൾ നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ വിള്ളലുകളും പ്രശ്നങ്ങളും കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരാൾ വിട്ടുകൊടുക്കാതെ പോയ ചില സിറ്റുവേഷൻസുകൾ കാണിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കണ്ണടച്ചുവെങ്കിൽ ഒരു പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധം കാര്യങ്ങൾ ലൈഫിൽ കടന്നു പോയേനെ എന്നുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി വളരെയധികം സമ്പന്നനാണ്. അതൊരു പക്ഷേ മനസ്സുകൊണ്ടാണെങ്കിലും അയാളുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ടാണെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടാണെങ്കിലും ഒരു ഉയർന്ന സമ്പന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അതായത് സന്തോഷകരമാകുന്നു, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന വ്യക്തിയും സമ്പന്നനാണ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഒരു ഹാപ്പി മൊമെൻറ്റ്സിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ സാധിക്കുന്നത്. ഫോറോസോഴ്സിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ശരിക്കും വല്ലാതെ പെയിൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയും നിങ്ങളോടൊപ്പം ചില സ്വപ്നങ്ങൾ കണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം അതിനെല്ലാം ഒരു ബ്ലോക്ക് വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതിനൊന്നും ഒരു മൂമെൻറ്റ്സ് ഇല്ലാതെ പോയതിൽ ആ ഒരു വ്യക്തിക്കും ചെറിയ നിരാശയും ദുഃഖവും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വേദനയുണ്ട്, സങ്കടമുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുത്തില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് നമ്മൾ ചില ഡിസിഷനുകൾ എടുക്കേണ്ട ഒരു ടൈമുണ്ട്. ആ സമയത്ത് ഡിസിഷൻ എടുത്തില്ല എന്നുള്ളതും ഈ വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അതൊരു കർമ്മഫലമായിരുന്നു കേട്ടോ. കാർമിക് സമയം, മോശം സമയമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോയതെന്നുള്ളതുമെല്ലാം ഇപ്പം കറൻറ്റിലി ആ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് പോലെ ഫീൽ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അവർക്ക്. പറഞ്ഞു തീർക്കാൻ പറ്റാതെ, പ്രകടിപ്പിച്ച് തീർക്കാൻ പറ്റാത്ത വിധം ആഴത്തിലുള്ള ഇഷ്ടം നിങ്ങളോടുണ്ട്. പക്ഷെ അത് ആക്ഷനായിട്ട് കാണിക്കാൻ ഒരു പക്ഷേ അവർക്ക് അറിയില്ലായിരിക്കാം. ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരു ക്യാരക്ടർ എനർജി, ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്ക് നിങ്ങളുടെ വ്യക്തിയെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആക്ഷൻ എടുക്കണമെന്നുണ്ട്, പക്ഷേ സ്റ്റക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത്, ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവർക്കെന്തെങ്കിലും എന്താ പറയുക, ഒരു ഈഗോ ഫീലിങ്സാണ്, ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി ആയിട്ട് നിൽക്കുന്ന വ്യക്തിയെന്ന് പറയാൻ പറ്റും. അതല്ല എങ്കിൽ അവരെ സംബന്ധിച്ച് അവരത് പറയുമ്പം അവരവിടെ ഇരയാക്കപ്പെടും, ഉപയോഗിക്കപ്പെടും, മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. അതും അവരെ സംബന്ധിച്ച് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ അവരെ ഒരു ഇമോഷൻസിനെ സ്റ്റക്ക് ചെയ്ത് നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ ഫ്യൂച്ചറിലേക്കെല്ലാം ശരിയാവും, കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞു വരും, കാര്യങ്ങളൊക്കെ പോസിറ്റീവാകും, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം, അതിനുള്ളൊരു ഹോപ്പ് എനർജി ഇതിനകത്തുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്ത അവരിൽ ശക്തമായിട്ടുണ്ട്. പ്രതീക്ഷയുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിനെ നേടിയെടുക്കാൻ, നല്ല രീതിയിൽ നിങ്ങളിലേക്ക് അത് കണക്റ്റ് ചെയ്ത് തരാൻ അവർക്കൊരു വീർപ്പുമുട്ടലാണ് എന്നുള്ളതാണ് കാണുന്നത്. ജസ്റ്റിസ് എനർജിയാണ് കേട്ടോ. ഈ റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് തന്നെ ഒരു കർമ്മയെ ബേസ് ചെയ്താണ്. അപ്പോൾ അത് പാസ്റ്റ് ലൈഫ് കർമ്മയെ കണക്റ്റ് ചെയ്യുന്ന ഒരു റിലേഷനാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു സമയം മുൻകാലങ്ങളിലോ മുൻ ജന്മങ്ങളിലോ ഉള്ള ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷനിൽ കെട്ടുപിണഞ്ഞ് കിടപ്പുണ്ട്. ആ കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ നിങ്ങളെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം ഇമോഷണലിയും ഫിസിക്കലിയും ഇൻ്റലക്ച്വലിയും ഫിനാൻഷ്യലിയും എല്ലാം നിങ്ങളെ ബാധിച്ച ഒരു ബന്ധമാണ്. പൂർണ്ണമായിട്ടും നിങ്ങളെ ഒരു പക്ഷേ വീഴ്ത്തിക്കളഞ്ഞൊരു ബന്ധമാണ്.
എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ഈ റിലേഷൻ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്കതിനുള്ള യോഗമുണ്ട്. എല്ലാം സമ്പൂർണമായ ഒരു സക്സസ് എനർജി ഈ ഒരു റിലേഷൻ്റെ പ്രസൻസിലൂടെ ഇനിയും നിങ്ങൾക്ക് കണക്റ്റഡ് ആകും. ശരിക്കും ഒരു ജസ്റ്റിസ് എനർജി ആയിട്ട് വന്ന ബന്ധമാണ്. ഒരു പരീക്ഷണമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എനർജിയെ കാണാൻ സാധിക്കും. അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് തേങ്ങുന്ന ഒരു ഫീലിങ്സ്, നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുമോ, നിങ്ങൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുമോ, കാത്തിരിക്കുന്നില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്ത അവരെ ശരിക്കും വേട്ടയാടുന്ന ഫീലിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. അവരങ്ങനെ ചിന്തിക്കുന്ന പോലും ബൗണ്ടറി ഇട്ട് സെൽഫിഷ് മെൻറ്റാലിറ്റിയിൽ ഇരുന്നു കൊണ്ടാണ്. കാരണം അവർ ചെയ്യേണ്ടതായതൊന്നും ചെയ്യാതെ നിങ്ങളെക്കുറിച്ച് അവർ ഓവറായിട്ട് ചിന്തിക്കുന്നു. നിങ്ങൾ വിട്ടുപോകുമോ, നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചില തോട്ട്സുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ നമുക്ക് തടസ്സങ്ങളുണ്ട്. മറ്റു വ്യക്തികളുടെ നെഗറ്റീവ് പ്രസൻസ് ഉണ്ട്. അതായത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതിന് പറ്റിയ ചില വ്യക്തികളുടെ പ്രസൻസ് റിലേഷനിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങളുടെ വാല്യൂ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കും. നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരും കേട്ടോ. ദ ഫുൾ എനർജി ആൻഡ് സൺറൈസിങ് ആണ് വന്നിരിക്കുന്നത്. കർമ്മ ഹീലിംഗ് ഉണ്ട്. നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്നും എന്തൊക്കെയാണോ ആഗ്രഹിച്ചത്, എത്രത്തോളം പ്രൊട്ടക്ഷൻ ആഗ്രഹിച്ചോ, കെയറിങ് ആഗ്രഹിച്ചോ, നിങ്ങളെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചോ, നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ, നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും തീർച്ചയായിട്ടും ലഭിക്കും. കാരണം ഇതിൽ നിങ്ങളുടെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പോസിറ്റിവിറ്റി, ആ വ്യക്തിക്ക് ലഭിച്ചിരുന്ന ആ ഒരു പൂർണ്ണത അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരുമിച്ചൊരു ട്രാവലിംഗ് എനർജി, ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ചൊരു ലൈഫ് ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ.